നമ്മളിപ്പം ഒരു 10 കോഴിയെ മേടിച്ചു, എന്നിട്ട് അതിനൊരു കൂട്ടിനകത്ത് ഇട്ടു. നമ്മളതിനെ വളർത്തുക. നമ്മുടെ കോഴിയെ മേടിച്ച് കൂട്ടിട്ട് നമ്മളതിനെ വളർത്താനാണ്, നമുക്കതിന് ഭക്ഷണമെല്ലാം കൊടുത്തിട്ട് അതിനെ വളർത്താനാണ് നമ്മൾ ഒരു 10 കോഴിയെ മേടിച്ച് നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്നത്. ഈ കൂട് പൊളിച്ച് കുറുക്കൻ വന്ന് അതിൽ നിന്ന് കോഴിയെ പിടിച്ചുകൊണ്ട് പോയാൽ ഈ കോഴി ഉത്തരവാദിയാണോ? അതിന് കൂടുണ്ടാക്കി കൊടുത്ത നമ്മളല്ലേ അതിൻ്റെ ഉത്തരവാദി, അല്ലേ? ആ കൂട്ടിൽ കിടക്കുന്ന കോഴിയല്ല അതിൻ്റെ ഉത്തരവാദി. കുറുക്കൻ വന്ന് കൂട്ടിൽ നിന്ന് കോഴിയെ പിടിച്ചുകൊണ്ട് പോയെങ്കിൽ അതിന് എന്തായാലും അതിൻ്റെ ഉത്തരവാദി നമ്മളാണ്. കാരണം കുറുക്കനുമല്ല കോഴിയല്ല. ആ കൂടുണ്ടാക്കി വെച്ച നമ്മളാണ് അതിന് ഉത്തരവാദി. അത് കുറുക്കൻ കയറാത്ത രീതിയിൽ ഒരു കൂടുണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ കോഴിക്ക് അവിടെ സുരക്ഷിതമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറുക്കിന് കയറാനുള്ള പൊത്തുണ്ടാക്കി വെച്ചിട്ട് കോഴിനെ വളർത്തി കഴിഞ്ഞാൽ കുറുക്കൻ പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മളെന്തേലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതിലെന്താ കാര്യം? അതിനൊന്നും ഒരു കാര്യമില്ല. ആ കൂട് സുരക്ഷിതമായിട്ട് വെക്കേണ്ടത് എൻ്റെ നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നു. ആ കോഴിയെ സൃഷ്ടിച്ച് കൊണ്ടുവന്ന് വെച്ച എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ആ കൂട്ടിൽ കുറുക്കൻ കയറരുതെന്ന്. അപ്പോൾ കുറുക്കൻ കയറാതിരിക്കേണ്ട കൂടുണ്ടാക്കി വെക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു. അല്ലാണ്ട് കുറുക്കൻ കയറി കോഴിയെ പിടിച്ചുകൊണ്ട് പോയി, നിന്നെ ഞാനവിടെ വിട്ടതല്ലേ എന്ന് കോഴിയോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ കുറുക്കൻ കയറാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എനിക്ക്. ഈ കോഴിയെ കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ച എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. എനിക്കൊന്നും പറയുന്നൊന്നും മനസ്സിലാകുകയില്ല, പക്ഷെ ഞാൻ പറയുന്നത് കറക്റ്റാണ്. കുറച്ച് നാളായി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ പറയുകയാണ്. ആദത്തിനെ അവയെ സൃഷ്ടിച്ച് പർദീസിലാക്കിയ ദൈവത്തിന് എന്തിനാ ഒരു വേലി കെട്ടിക്കൂടായിരുന്നോ? ഈ കുറുക്കം വന്ന് കോഴിയെ പിടിക്കാതെ ഒരു വേലി കെട്ടിക്കൂടായിരുന്നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മനസ്സിലാക്കാൻ ബോധമുള്ളവർ മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ടാണ് സർപ്പം വന്നത് അതിനകത്തേക്ക്? സർപ്പം എങ്ങനെ അതിലേക്ക് വന്നു? എന്നിട്ട് അവരെ വശീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. എന്താണ്? ആ കൂടിനകത്ത് കോഴിയുടെ കുറ്റമല്ല അത്. കുറുക്കൻ കയറി വന്ന് കോഴിനെ പിടിക്കുന്ന കോഴിയുടെ കുറ്റമോ കുറുക്കൻ്റെ കുറ്റമോ അല്ല. അതിന് വേലി കെട്ടേണ്ട ആൾ കെട്ടിയിരിക്കണമായിരുന്നു. ഇല്ലെങ്കിൽ കുറുക്കൻ പിടിച്ചുകൊണ്ട് പോകും. എല്ലാ ജീവികളും ജീവിക്കുന്ന അങ്ങനെയാണ്. പാമ്പ് തവളയെ പിടിക്കും, തവള പാമ്പിനെ പിടിക്കുമോ? അല്ല. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പാമ്പ് തവളയെ വിഴുങ്ങുന്ന, തവള പാമ്പിനെ വിഴുങ്ങുന്ന വീഡിയോ ഒക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആവശ്യമായ ചില സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്? ഞാൻ 10 കോഴിയെ മേടിച്ച് കൂട്ടിലിട്ടെങ്കിൽ ആ കോഴി സുരക്ഷിതത്വം ഒഴിവാക്കേണ്ടത്, മറ്റ് ശല്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകാതെ നോക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു, കോഴിയുടെ കടമയല്ല. അതിനൊരുക്കി വെച്ചെങ്കിൽ ആ ദൈവം എന്ത് ദൈവമാണ്? സ്വന്തം ബുദ്ധിയിലൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ 10 കോഴിയെ മേടിച്ചു. ആ കോഴിക്ക് നമ്മൾ കൂടുണ്ടാക്കുന്ന പുറമേ നിന്നുള്ള ആക്രമണം ഉണ്ടായിരിക്കാൻ വേണ്ടി അതിൻ്റെ സുരക്ഷിതത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ കൂടൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞിട്ട് കുറുക്കൻ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കുറുക്കനെ ശപിച്ചിട്ടും ഒരു കാര്യമില്ല. ദൈവം ശപിച്ചിട്ടും കാര്യമില്ല, മനുഷ്യൻ ശപിച്ചിട്ടും കാര്യമില്ല. കുറുക്കൻ കോഴിയെ കണ്ടാൽ കുറുക്കൻ കൊണ്ടുപോകും. അത് ഇങ്ങനെ ലോക നിയമമാണ്. നമ്മുടെ അനുഭവത്തിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ബൈബിളിലെ ആദ്യത്തെ തെറ്റ്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാര്യം, നമുക്ക് ശത്രുത്വമുള്ളത്
എന്ന് പറഞ്ഞിട്ട് പ്രവചന ശബ്ദത്തിൽ കണ്ട ഒരു വാക്യത്തിൽ നിന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനകത്ത് തോന്നിക്കഴിഞ്ഞപ്പോൾ സംഭവം എങ്ങനെയാണ് എന്നാ പറഞ്ഞേക്കുന്നേ? ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കുന്നതാണ്. ഇത് കൂട്ട് നാറിയ ദൈവമാണോ ദൈവം? ഈ ശത്രുത്വം ഉണ്ടാക്കേണ്ട ദൈവമാണോ ദൈവം? ദൈവം സ്നേഹത്തിൻ്റെ ദൈവമല്ലേ? ഞാനൊക്കെ പഠിച്ചിരിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ള ഇങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, അന്നേരം ഞാൻ ഇതേപ്പറ്റി ചിന്തിച്ചത്, അന്നേരം എനിക്ക് മനസ്സിലായി നമ്മൾ 10 കോഴിയെ കൂട്ടിലിട്ട് മേടിച്ച് കൊണ്ടുവന്ന് കൂട്ടിലിട്ട് വളർത്തുന്ന സമയത്ത് അതിന് സുരക്ഷിതം കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? കോഴിയുടെ ഉത്തരവാദിത്വമാണോ? അല്ല, അത് കൊണ്ടുവന്നിടുന്നവരുടെ ഉത്തരവാദിത്വമാണ്. അവിടെ ഒരു കുറുക്കൻ പോലും കയറാതെ ഒരു പാമ്പും വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇതാണ് ബൈബിളിലെ ആദ്യത്തെ തെറ്റ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.